ഹലോ ഗൈസ്, ഇന്നത്തെ സൺഡേ സ്പെഷ്യലായി ബീഫിന് കൂട്ടിനതാ നമ്മളിന്ന് ഇവനെയായിട്ട് എടുത്തത്. നമ്മുടെ പറമ്പിലുണ്ടായ പൂവങ്കായാണ് കേട്ടോ. സാധാരണ നമ്മൾ നേന്ത്രക്കായൊക്കെ വാങ്ങിച്ച് ബീഫ് വയ്ക്കലാണ് പതിവ്. അപ്പം ഇന്നൊരു വെറൈറ്റിക്ക് നമ്മുടെ പൂവങ്കായ വെച്ച് കറി ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നല്ല ബീഫും കായും നമ്മൾ സെറ്റാക്കി എടുത്തു. അങ്ങനെ കറി ഉണ്ടാക്കിയ ക്ഷീണത്തിൽ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എല്ലാവരും പൂരത്തിനൊക്കെ പോയോ? നമ്മൾക്ക് ടി വിയിലാണ് കേട്ടോ പൂരം. പിന്നെ നമ്മളിവിടെ നിന്ന് അങ്ങോട്ടൊരു പൂരം അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ പൂരം വിത്ത് മാംഗോ, പിന്നെ പൂരം വിത്ത് ലഞ്ച്, പിന്നെ പൂരം വിത്തൊരു വട്ടയപ്പം. പിന്നെ വൈകിട്ടായപ്പോൾ നമ്മുടെ ഒരു കട്ടൻ ചായയും കൊക്കുവടിയും കൂടെ പൂരത്തിൻ്റെ കൂടെ അങ്ങ് കഴിച്ച് നമ്മുടെ പൂരം വൈബ് അങ്ങനെ അവസാനിച്ചു കേട്ടോ. അടുത്ത വർഷം ഇതിലും നന്നായിട്ട് നടത്താൻ പറ്റട്ടെ, വേറെ അപകടങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ അല്ലേ. അങ്ങനെ നമ്മൾ വൈകുന്നേരം പള്ളിയിൽ പോയിട്ടാണ്. പള്ളിയിൽ പോയത് ഒരു പ്രാർത്ഥന കഴിഞ്ഞ് ഒരുത്തിയത് നേരെ അങ്ങ് മുറ്റത്തോട്ട് ഇറങ്ങി. പിന്നെ ഈ മീൻകുളത്തിൻ്റെ സൈഡിൽ തന്നെയായിരുന്നു കേട്ടോ മുഴുവൻ പരിപാടിയും. ഞങ്ങൾ മാത്രമല്ല, മുഴുവൻ കുട്ടിപ്പട്ടാളം ഇവിടെ തന്നെയായിരുന്നു. ഈ പൂവ് ഇങ്ങനെ നിൽക്കണ കാണുമ്പോൾ ഇവർക്ക് എങ്ങനെ പറിക്കാണ്ടിരിക്കാൻ തോന്നും. എന്താ രസമല്ലേ. അങ്ങനെ ഇന്നത്തെ കുർബാന കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോരാറായിട്ടാ. കുർബാനയല്ല, പൂ പറിക്കൽ കഴിഞ്ഞ് തിരിച്ചു പോകുന്നു പറയേണ്ടി വരും. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്, നാളെ കാണാം.